ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷിൻ്റെ പേരാണ് ഒരപ്പം. അതൊരു സ്വീറ്റ് ഡിഷാണ്. അതിന് നമ്മൾ ഉണ്ടാക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ അരിപ്പൊടി, തേങ്ങാപ്പാൽ, പഞ്ചസാര, വെളിച്ചെണ്ണ, ഇത്രയും സാധനമാണ് ബേസിക്കലി അതിൽ വരുന്നത്. പിന്നെ കുറച്ച് ഏലക്കയും ഉണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇത് എല്ലാവർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല. ഞാനിവിടെ എൻ്റെ കുറേ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞപ്പം അവർക്കാർക്കും ഒരപ്പത്തെ പറ്റി അവർ കേട്ടിട്ട് പോലും ഇല്ല. അപ്പം എനിക്ക് മനസ്സിലാവുന്നത് ഇതൊരു ഇച്ചിരി ഏരിയ സ്പെസിഫിക് ഒരു ഡിഷാണ്. പക്ഷേ എനിക്കിത് ഇത്രയും പ്രഷ്യസ് ആയത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു 3rd ജനറേഷൻ ഡിഷാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഗ്രാൻഡ് മദർ ഉണ്ടാക്കുമായിരുന്നു. അമ്മാമ്മ അത് അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തു, അമ്മ എനിക്ക് പറഞ്ഞു തന്നു. അപ്പം അങ്ങനെയുള്ള ഒരു പഴയ ഒരു പലഹാരം പറ്റുകയാണെങ്കിൽ നമ്മളത് ഇനിയും അതിൻ്റെ ആ ഒരു ഇത് ക്യാരി ഫോർവേഡ് ചെയ്യണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഓർത്തു ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കുറച്ച് പേർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന്. സോ നമുക്കിനി നോക്കാം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്, അതിനു മുന്നേ പറയട്ടെ, അമ്മാമ്മയൊക്കെ ഇത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അടുപ്പിലാണ്. അപ്പം അടുപ്പ് വെച്ച് എന്നിട്ട് മുകളിൽ കനലൊക്കെ വെച്ചിട്ടാണ് ഇത് ചെയ്തിരുന്നത്. പക്ഷെ അതിൻ്റെയൊക്കെ ഒരു മോഡേൺ വേർഷനായ അവൺ ഉള്ളത് കൊണ്ട് ഞാൻ ഒക്കെ അവണിലാണ് ചെയ്യുന്നത്. അപ്പം ഞാനിപ്പം യൂസ് ചെയ്യുന്നത് ഒരു 8x8 ഒരു ബേക്കിംഗ് ഡിഷാണ്. അപ്പം ഈ ഒരു ബേക്കിംഗ് ഡിഷിൽ കറക്റ്റായിട്ട് നമുക്ക് ഒരു അളവിന് കിട്ടാൻ വേണ്ടിയിട്ടുള്ള എത്ര ഇൻഗ്രീഡിയൻസ് വേണം എന്ന അനുസരിച്ച് ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം. അപ്പം ആദ്യം നമുക്ക് വേണ്ടത് അരിപ്പൊടി ഞാൻ 2 കപ്പ് അരിപ്പൊടിയാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. ഇത് റോസ്റ്റഡ് അരിപ്പൊടിയാണ്. അപ്പം എൻ്റെ കയ്യിൽ സത്യത്തിൽ റോസ്റ്റഡ് ഇല്ലായിരുന്നു, വറക്കാത്ത പച്ച അരിപ്പൊടിയായിരുന്നു ഇരുന്നിരുന്നത്. അതുകൊണ്ട് ഞാൻ അതിനെ പാനിൽ ഒന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തു. അപ്പം നമ്മളത് റോസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ചെറിയ ആ ഒരു അരിപ്പൊടിയുടെ ഒരു മണം വരുന്ന പരുവം വരെ ഞാൻ റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ റോസ്റ്റഡ് അരിപ്പൊടിയിലേക്ക് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ 2 കപ്പ് അരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം 2 കപ്പ് അരിപ്പൊടിയിലേക്ക് നമുക്ക് വേണ്ടത് 2 കപ്പ് തേങ്ങാപ്പാൽ. അപ്പം അഗൈൻ ഇപ്പോഴത്തെ കാലത്ത് കൺവീനിയൻസ് ആയിട്ട് നമുക്കിതാ ടിന്നിൽ തേങ്ങാപ്പാൽ വരും. അമ്മാമ്മയൊക്കെ തേങ്ങാപ്പാൽ പിഴിഞ്ഞാണ് എടുത്തിരുന്നത്. പക്ഷെ അഗൈൻ നമുക്ക് എളുപ്പമാണ് ഉണ്ടാക്കാൻ. സോ എൻ്റെ കയ്യിൽ ഓൾറെഡി പൊട്ടിച്ച തേങ്ങാപ്പാൽ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അത് വേസ്റ്റ് ആകാതിരിക്കാൻ വേണ്ടി ഞാൻ അത് യൂസ് ചെയ്യാണ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ നമുക്ക് 2 കപ്പ് തേങ്ങാപ്പാലാണ് വേണ്ടത്. അപ്പം ഞാൻ 2 കപ്പ് ഒഴിക്കുകയാണ്. പിന്നെ നമുക്ക് വേണ്ടത് 6 കപ്സ് വെള്ളം, 6 കപ്പ് വെള്ളം. അത് അപ്പം 6 കപ്പ് വെള്ളം നമ്മൾ ഒഴിക്കാൻ പോവുകയാണ്. 1 2 6. അപ്പം ഞാൻ അരിപ്പൊടി, തേങ്ങാപ്പാല്, വെള്ളം, ഇത്രയും സാധനം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനിയും ഇതിലേക്ക് നമുക്ക് വേണ്ട അടുത്ത സാധനമാണ് പഞ്ചസാര. സോ 2 കപ്പ് മാവിന് എൻ്റെ പ്രിഫറൻസ് ഒരു 1.5 കപ്പ് പഞ്ചസാര ചേർക്കുക എന്നുള്ളതാണ്. നമ്മളത് ചേർത്തിട്ട് ഒന്ന് വായിൽ വെച്ച് നോക്കാം. മധുരം കുറച്ചൊന്ന് മുന്നിട്ട് നിൽക്കുമ്പോഴാണ് അത് വെന്ത് വരുമ്പോൾ അത് കറക്റ്റ് മധുരമായിട്ട് മാറുന്നത്. അപ്പം ഞാൻ 1 കപ്പ് പഞ്ചസാര എടുക്കുന്നു. 1 കപ്പ് പഞ്ചസാര ഇട്ടു. ആൻഡ് ഒരു 1/2 കപ്പും കൂടെ എടുത്താൽ കറക്റ്റ് അളവിൽ നമുക്ക് പഞ്ചസാര ഇടാം. അധികം സ്വീറ്റ് ടൂത്ത് ഇല്ലാത്ത ആൾക്കാർക്ക് ഇതിനെ ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ പഞ്ചസാര വേണമെങ്കിൽ കുറയ്ക്കാം. അപ്പം ഞാൻ ഇതിപ്പം 1.5 കപ്സ് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ അടുത്തതായി ചേർക്കുന്നത് ഞാൻ പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്ക. ഒരു 10 ഏലക്ക ഞാൻ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ തൊലി കളഞ്ഞിട്ട് അതും കൂടെ ഇട്ടു.
പിന്നെ എല്ലാവർക്കും അറിയാം, നമ്മളൊരു ശകലം ഉപ്പ് ചേർക്കുകയാണെങ്കിൽ ആ മധുരം എപ്പോഴും നല്ല കറക്റ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് ഞാനൊരു പിഞ്ച് ഓഫ് സോൾട്ട് ഇതിലേക്ക് ഇടുന്നു. പിന്നെ എല്ലാവർക്കും ഒരു എളുപ്പത്തിന് വേണ്ടി പറയുകയാണെങ്കിൽ ഈ മിക്സ്ചർ നമ്മളൊരു വിസ്ക് യൂസ് ചെയ്ത് മിക്സ് ചെയ്യുകയാണെങ്കിൽ ആ കട്ടയൊക്കെ പൊട്ടി നമുക്ക് ഒരു സ്മൂത്ത് മിക്സ്ചറായിട്ട് കിട്ടും. അതിൽ ലംസ് ഒന്നും കാണത്തില്ല. അതുകൊണ്ട് ഞാനൊരു വിസ്ക് യൂസ് ചെയ്ത് എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കട്ടകളൊന്നും ഇല്ലാന്ന് ഉറപ്പാക്കി ഇതിൻ്റെ മധുരവും ടേസ്റ്റ് ഒന്ന് നാവിൽ വെച്ച് നോക്കുക. മധുരം ഒരു ശകലം മുന്നിട്ട് നിൽക്കണം, എന്നാലേ അത് കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ മധുരം കറക്റ്റ് ആണോ, ഇതിൽ ഇനി എന്തെങ്കിലും വേണോ എന്നുള്ളത്. ഈ മധുരം മതി ഞങ്ങൾക്ക്. ഇനിയും അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത്, ഈ മിക്സ്ചറിനെ നമ്മൾ അടുപ്പിൽ ഒരു പാനിൽ വെച്ച് ഒന്ന് കുറുക്കിയെടുക്കുക. കുറുക്കിയെടുത്തതിന് ശേഷം നമ്മളത് ബേക്ക് ചെയ്യും. അത്രേ ഉള്ളൂ ബേസിക്കലി ഈ പ്രോസസ്സ്. ഇതിൽ ഈ ഒരപ്പത്തിൻ്റെ ഒരു ബ്യൂട്ടി എന്താന്ന് പറഞ്ഞാൽ ഇതൊരു ഗ്ലൂട്ടൻ ഫ്രീ ഡിഷാണ്. ഇപ്പം ഗ്ലൂട്ടൻ കഴിക്കാൻ പറ്റാത്ത ആളുകൾക്കൊരു അലുവ കഴിക്കണം എന്ന് തോന്നിയാൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാധനമാണ്. ആൻഡ് ഇത് ഒരുപാട് സമയം എടുക്കത്തുമില്ല. അതുകൊണ്ട് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ്. അപ്പോൾ ഞാൻ ഇതിനെ ഇനി അടുത്തതായിട്ട് അടുപ്പിൽ വെച്ചൊന്ന് കുറുക്കാം. ഞാൻ പാൻ ഓൺ ചെയ്തു. ഇതിലേക്ക് ഞാനൊരു 3 സ്പൂൺ വെളിച്ചെണ്ണ ഇടുകയാണ്. എല്ലാവരും ഓർക്കും ഇത് എന്താണ് ഈ വെളിച്ചെണ്ണ ഇങ്ങനെ ഇരിക്കുന്നതെന്ന്. ഇവിടെ തണുപ്പായതുകൊണ്ട് വെളിച്ചെണ്ണ കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് എടുക്കാൻ എളുപ്പത്തിന് വേണ്ടി ഞാൻ വലിയ വായുള്ള ഒരു കുപ്പിയിൽ വെളിച്ചെണ്ണ ഇട്ടിരിക്കുകയാണ്. അതാവുമ്പം ഒരു സ്പൂൺ ഇട്ട് കോരി അങ്ങ് എടുക്കാം. അങ്ങനെ ഞാൻ വെളിച്ചെണ്ണ ചൂടാകാൻ വെച്ചിരിക്കുന്നു. ഈ സമയം കൊണ്ട് നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യം, അവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കാം. ഐഡിയലി ഒരു 350 ഡിഗ്രി ഫാരൻഹീറ്റിൽ നമുക്കൊരു 1 hour ബേക്ക് ചെയ്യുന്നതാണ് കറക്റ്റായിട്ട് വരിക. അത് എന്ന് പറഞ്ഞാൽ ചെറിയ തീയിൽ കൂടുതൽ നേരം നമ്മൾ കുക്ക് ചെയ്ത് വെക്കുമ്പോൾ അത് ഒരു നല്ല രുചിയായിട്ട് നല്ല ടെക്സ്ചറായിട്ട് കിട്ടും. ഇപ്പം ഞാൻ അവൻ 350 ഡിഗ്രി ഫാരൻഹീറ്റിൽ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് ഈ മിക്സ്ചറിനെ ഒന്ന് കുറുക്കിയെടുക്കാം. അപ്പം എൻ്റെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ എന്ന് മനസ്സിലാകാത്തവർക്ക് വേണ്ടി പറയാം, കോക്കനട്ട് ഓയിലാണേ. ഞാനൊന്ന് ക്ലിയർ ചെയ്തതേ ഉള്ളൂ. നമ്മൾ ഈ മിക്സ്ചർ ഒഴിക്കുമ്പോൾ ഒന്ന് തെറിക്കാതെ സൂക്ഷിക്കണം. അതുകൊണ്ടൊന്ന് മാറി നിന്ന് ചെറുതായിട്ടങ്ങ് ഒഴിച്ചാൽ മതി. പിന്നെ നമ്മളിത് കുറുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. അതല്ലെങ്കിൽ ഇത് അടിയിൽ അങ്ങ് കട്ടയാകും. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ കൂടെ നിന്ന് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇതിനെ ഇളക്കി വേണം അതിനെ കുറുക്കിയെടുക്കാൻ. കുറുകി വരുമ്പോൾ ഒരു തരി നാക്കിൽ വെച്ച് നോക്കിയാൽ നമുക്കറിയാം എന്തെങ്കിലും കുറവുണ്ടോ എന്ന്. ഉപ്പോ പഞ്ചസാരയോ ഇത്തിരി ഏലക്കയോ എന്തെങ്കിലും കുറവുണ്ടെന്ന് ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ ഒരല്പം ആഡ് ചെയ്യാം ആ സമയത്ത്. ഓക്കെ, നമ്മുടെ ഇതിങ്ങനെ കുറുകി വരുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ തീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ അടി പിടിക്കും. അതുകൊണ്ട് നമ്മളത് ഇങ്ങനെ ഒന്ന് തീ കുറച്ച് ഇളക്കി ഇങ്ങനെ ചെയ്യണം. ബാക്ക്ഗ്രൗണ്ടിലെ പാട്ട് ഞങ്ങളുടെ രണ്ടുപേരുടെയും ഫേവറേറ്റ് പാട്ടാണ്. നമുക്ക് വാർക്കാൻ മുന്തിരിത്തോപ്പിലെ ലാലേട്ടൻ്റെ പാട്ട്. എന്തൊരു ബ്യൂട്ടിഫുൾ കോമ്പോസിഷൻ അല്ലേ. നമ്മളിത് കുറുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇട്ട് ചെയ്യരുത്. നമ്മളൊരു ചെറിയ തീയിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇതിനെ കുറുക്കി എടുക്കാനായിട്ട്. അല്ലെങ്കിൽ അടിയിൽ അങ്ങ് പെട്ടെന്ന് ഒട്ടിപ്പിടിച്ച് കട്ടിയാവും. ഇതിപ്പം ഞാൻ തീ കുറച്ച് വെച്ചിരിക്കുകയാണ്. ഇതിങ്ങനെ കുറുകി വരുന്നുണ്ട്. ഒരു കപ്പിൾ ഓഫ് മിനിറ്റ്സും കൂടെ കഴിഞ്ഞാൽ ഇത് നമുക്ക് ബേക്ക് ചെയ്യാൻ വെക്കാനായിട്ട് റെഡിയാകും. നമ്മളുടെ ഇത് കുറുക്കി കറക്റ്റായി ഒരു കൺസിസ്റ്റൻസി ആയി. അതുകൊണ്ട് ഞാൻ അടുപ്പ് ഓഫ് ചെയ്തു. ഈ ഒരു പരുവത്തിൽ നമുക്കിത് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ
ബേക്കിംഗ് ഡിഷിലേക്ക് നമ്മൾ ഒഴിക്കും. അതാണ് അടുത്ത സ്റ്റെപ്പ്. ഈ മിക്സ്ചറിനെ നമ്മുടെ ബേക്കിംഗ് ഡിഷിലേക്ക് ഒഴിക്കുകയാണ്. സൂക്ഷിക്കണം, നല്ല ചൂടാണ്. ബേക്കിംഗ് ഡിഷിലേക്ക് നമ്മുടെ കുറുക്കിയ മിക്സ്ചറിനെ ഒഴിച്ചു. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ, കോക്കനട്ട് ഓയിൽ ഞാനൊന്ന് മൈക്രോവേവിൽ വെച്ച് മെൽറ്റ് ചെയ്തു. എന്നിട്ട് അതിനെ ഇതിൻ്റെ മേളിലേക്കൊന്ന് ഇങ്ങനെ ഒന്ന് ഡ്രിപ്പ് ചെയ്യും. കുറച്ച് ഡ്രിപ്പ് ചെയ്തിട്ട് ഈ സ്പൂണിൻ്റെ ബാക്ക് കൊണ്ട് നമ്മൾ ഇതിനെ ഇങ്ങനെ ഒന്ന് നല്ലപോലെ റബ്ബ് ചെയ്ത് ഒന്ന് സ്മൂത്ത് ആക്കി കൊടുക്കണം. ഇനി നമുക്ക് ഈ മിക്സ്ചറിനെ അവൻ്റെ അകത്ത് ബേക്ക് ചെയ്യാൻ വെക്കാം. അപ്പം നമ്മുടെ അവൻ ഓൾറെഡി 350 ഡിഗ്രി ഫാരൻഹീറ്റിൽ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിനെ അവൻ്റെ അകത്തേക്ക് ഈ മിക്സ്ചറിനെ വെക്കാം. ഞാനൊരു കുക്ക് ടൈം ഒരു 1 hour വെക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇനിയും 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം നമ്മുടെ ഒരപ്പം റെഡിയായോ ഇല്ലയോ എന്ന്. നമ്മുടെ ഒരപ്പം 1 മണിക്കൂർ കഴിഞ്ഞു റെഡിയായി. ഫുള്ളി റെഡിയല്ല. ഞാൻ ഇനിയും ഇതിപ്പോൾ വെന്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ മുകൾ വശം നമുക്ക് ഒന്ന് ബ്രൗൺ ആക്കി നല്ല മുരിച്ചെടുക്കണം. അപ്പം അതിനായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഇതിനെ പുറത്തെടുത്തിട്ട് കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒന്ന് ഡ്രിപ്പ് ചെയ്യും. അതിങ്ങനെ അവിടെ ഇവിടെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ആദ്യമേ ചെയ്ത പോലെ തന്നെ കുറച്ച് ഇങ്ങനെ സ്പൂണിൻ്റെ ബാക്ക് സൈഡ് കൊണ്ടൊന്ന് തേച്ച് കൊടുക്കണം. നല്ലൊരു വെളിച്ചെണ്ണയും തേങ്ങാപ്പാലിൻ്റെയും ഒക്കെ ഒരു നല്ലൊരു മണം വരുന്നുണ്ട്. ഇതിന് ശേഷം നമ്മളിനിയും ഇതിനെ തിരിച്ച് അവണിൽ വെച്ചിട്ട് ബ്രോയിൽ എന്നുള്ളൊരു ഫങ്ഷനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം ബ്രോയിൽ എന്ന് പറയുമ്പം ബേസിക്കലി മുകളിൽ നിന്നും ഡയറക്റ്റായിട്ട് തീ വരും. അപ്പം മുകൾ വശം മുരിഞ്ഞ് കിട്ടും. അതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ ബ്രോയിൽ ഹൈ ബ്രോയിലിൽ ഓൺ ചെയ്തു. എന്നിട്ട് നമ്മൾ അവണിലേക്ക് ഈ ഒരപ്പത്തിനെ തിരിച്ചു വെക്കും. ഇതിന് പ്രത്യേകിച്ചൊരു ടൈമില്ല. നമ്മൾ നോക്കുമ്പോൾ വെളിയിൽ നിന്ന് നോക്കുമ്പോൾ അത് ആവശ്യത്തിന് ബ്രൗൺ ആകുമ്പോൾ ഓഫ് ചെയ്യാന്നുള്ളൊരു ടൈമേ ഉള്ളൂ. അതല്ലാതെ ഒരു ടൈമർ വെച്ചിട്ടല്ല. അപ്പം നമുക്കൊന്ന് മുരിച്ചെടുക്കാം. അപ്പം നമ്മുടെ ഒരപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്കതിനെ പുറത്തെടുക്കാം. നല്ല മുകൾ വശമൊക്കെ മുരിഞ്ഞ് നല്ല ബ്രൗൺ ആയിട്ട് വന്നിരിക്കുകയാണ്. ഞാനതിനെ അങ്ങോട്ടൊന്ന് എടുത്ത് വെച്ചിട്ട് എൻ്റെ അവൺ ഒന്ന് ഓഫ് ചെയ്യട്ടെ. ഇതിനെ ഇനിയിപ്പം നമുക്ക് ഉടനെ കട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം അരിപ്പൊടി കൊണ്ടുണ്ടാക്കിയത് കൊണ്ട് അത് ഒട്ടും. അതുകൊണ്ട് ഇത് നല്ലതുപോലെ തണുത്തിട്ട് സെറ്റായിട്ട് നമുക്ക് കട്ട് ചെയ്യാം. സോ ഇതാണ് ഇതിൻ്റെ ലുക്ക്. ഇനിയിപ്പോൾ ഇത് കട്ട് ചെയ്ത് നമുക്ക് പീസാക്കുന്നത് നല്ലപോലെ തണുത്തതിന് ശേഷം ചെയ്യാം. അപ്പം നാട്ടിലെ അമ്മയൊക്കെ ഇത് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടുപ്പിൽ മേളിൽ കനലൊക്കെ വെച്ചല്ലേ ചെയ്യുന്നത്. അപ്പോൾ സാധാരണ അമ്മയൊക്കെ ഇത് വൈകുന്നേരം ഉണ്ടാക്കിയാൽ രാത്രി വെള്ളം തളിച്ച് കനലിനെ കെടുത്തി എല്ലാവരും പോയി കിടക്കും. രാവിലെ എണീറ്റ് വരുമ്പോഴാണ് ഇത് കട്ട് ചെയ്യുന്നത്. സോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇത് നല്ലപോലെ തണുക്കണം. ഇത് തണുക്കുന്നതിന് മുന്നേ നമ്മൾ ഇതിനെ മുറിക്കാനായിട്ട് നോക്കിയാൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും. ഒരു പുഡിംഗ് ലൈക്ക് ടെക്സ്ചറായിട്ട് ചിലപ്പോൾ തോന്നാം. അതുകൊണ്ട് നല്ലതുപോലെ തണുത്തതിന് ശേഷം, ഐഡിയലി ഇപ്പം രാത്രി ഉണ്ടാക്കിയാൽ നാളെ രാവിലെ എടുക്കുന്നതാണ് അതിൻ്റെ ഐഡിയൽ കൺസിസ്റ്റൻസി കാണാൻ പറ്റുന്നത്. അങ്ങനെ കട്ട് ചെയ്താൽ നല്ല അലുവ പോലെ പീസായിട്ട് ഇത് കിട്ടും.
അപ്പം നമുക്ക് തണുക്കാൻ വെയിറ്റ് ചെയ്യാം. അതാണ് ഏറ്റവും ഡിഫിക്കൾട്ട് പാർട്ട്. ഇതിങ്ങനെ ഉണ്ടാക്കി ഇതിൻ്റെ മണവും എല്ലാം കൂടെ കഴിഞ്ഞ് തണുക്കാൻ വെയിറ്റ് ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ടാസ്ക്. ഇതുവരെ ഉള്ളതൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ നമ്മുടെ ഒരപ്പം തണുത്ത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അത് കട്ട് ചെയ്ത് ഒന്ന് കഴിച്ച് നോക്കാം, നമ്മൾ പ്രതീക്ഷിച്ച പോലെ വന്നോ ഇല്ലയോ എന്നുള്ളത്. അപ്പം ഇത് നല്ല തണുത്തു, ആ ധൈര്യത്തിലാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. ഓക്കെ, ഒക്കെ അതൊക്കെ വെന്തിട്ടുണ്ട്. എനിക്ക് ആ കത്തി കയറുമ്പോൾ അറിയാം കേട്ടോ. ഓക്കെ, നമുക്ക് ഇതേ കണ്ടോ, ഇങ്ങനെ അലുവ പോലെ ഇരിക്കും ഇത്. അപ്പോൾ നമ്മുടെ ഒരപ്പം പീസസ് കട്ട് ചെയ്തു. എല്ലാവരും കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. അപ്പം ഞാൻ ഒന്ന് കട്ട് ചെയ്ത് ഒരു രുചിച്ച് നോക്കിയിട്ട് പറയാം മധുരമൊക്കെ ശരിയായി വന്നോ എന്ന്. നന്നായി വന്നിട്ടുണ്ട്. എൻ്റെ ഫേവറേറ്റ് ഈ ക്രിസ്പി പാർട്ടാണ് ഇതിൻ്റെ. എൻ്റെ മക്കൾക്കാണെങ്കിൽ താഴത്തെ ഭാഗമാണ് ഇഷ്ടം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. തണിച്ചത് വെച്ചിട്ട് ഒട്ടും ബുദ്ധിമുട്ടില്ല ഉണ്ടാക്കാൻ. ഇത് തണുക്കാൻ വരെ വെയിറ്റ് ചെയ്യുന്ന ഒരൊറ്റ ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ ട്രൈ ചെയ്ത് നോക്കണം. മധുരം കുറച്ചുകൂടെ വേണമെന്ന് തോന്നുന്നവർക്ക് ഒരിത്തിരി മധുരം കൂടുതലിടാം. പക്ഷെ ഞങ്ങളുടെ വീട്ടിലെ കണക്ക് പ്രകാരം ഈ മധുരം ഞങ്ങൾക്ക് കറക്റ്റാണ്. അതുകൊണ്ട് ഇത് ട്രൈ ചെയ്ത് നോക്കുക. എന്താണെങ്കിലും അഭിപ്രായം ഒന്ന് അറിയിക്കുക. ഇംപ്രൂവ്മെൻറ്റ്സ് എന്തെങ്കിലും വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് അറിയിക്കണം. സോ until next time, bye.